സ്പെക്ട്രം എന്ന പേപ്പറിലെ കെയറിംഗ് ഫോർ ആനിമൽസ് ബൈ ജോൺ സിൽക്കിംഗ് എന്ന പോയമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കെയറിംഗ് ഫോർ ആനിമൽസ് എന്ന പോയത്തിൻ്റെ ഓഥറായ ജോൺ സിൽക്കിനെ കുറിച്ചൊന്ന് നോക്കാം. ജോൺ സിൽക്കിൻ 1930 ലണ്ടനിൽ ഒരു ജൂത കുടുംബത്തിലാണ് ജനിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വെയിൽസിലേക്ക് പോകാൻ അവർ നിർബന്ധിതരായി. ഉപജീവനം നടത്താൻ ജോണിന് കൈത്തൊഴിൽ ചെയ്യേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ലണ്ടനിൽ ഒരു അധ്യാപകനായി. അദ്ദേഹത്തിൻ്റെ കവിത പലപ്പോഴും ജൂതസ്വത്വത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അതിൽ പലപ്പോഴും മനുഷ്യനും പ്രകൃതിയുമായുള്ള വിടവുകളും കാണാം. അപ്പോൾ ഇത്രയുമാണ് നമുക്കിതിൻ്റെ ഓഥറായ ജോൺ സിൽക്കിനെ കുറിച്ച് അറിയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് കെയറിംഗ് ഫോർ ആനിമൽസ് എന്ന പോയം നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ പോയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോഴേക്കും മൃഗങ്ങളോടുള്ള ക്രൂരതയും അവയുടെ ദുരുപയോഗവും തടഞ്ഞുകൊണ്ട് പല നിയമങ്ങളും നിലവിൽ വന്നു. മൃഗങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി പലതും എഴുതപ്പെട്ടു. മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്നാണ് ഇത്തരം എഴുത്തിൻ്റെ അടിസ്ഥാനം. ഈ ചുറ്റുപാടുകളിലാണ് ജോൺ സിൽക്കിൻ്റെ എഴുത്തുകൾ പ്രസിദ്ധമായത്. ദ പീസബിൾ കിങ്ഡം എന്ന സമാഹാരത്തിൽ നിന്നും എടുത്തതാണ് കെയറിംഗ് ഫോർ ആനിമൽസ് എന്ന ഈ കവിത. കവി ആകാശത്തോടും സമുദ്രത്തോടുമൊക്കെ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരമൊന്നും കിട്ടുന്നില്ല. പട്ടികളും പൂച്ചകളും മൂങ്ങകളുമൊക്കെ മുറിപ്പെട്ട് അവശനിലയിൽ കാണുന്നത് കവി ഓർക്കുന്നു. അവർക്കെല്ലാം ചികിത്സ ആവശ്യമുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മളെല്ലാം മനുഷ്യമൃഗങ്ങളാണെന്നാണ്. നമുക്ക് സ്നേഹവും പരിചരണവും ആവശ്യമാണ്. വളരെ ലളിതമായ വരികളിൽ കൂടി കവി നമ്മോട് ആവശ്യപ്പെടുന്നത് മൃഗങ്ങളോട് സ്നേഹവും കരുണയും കാണിക്കണമെന്നാണ്. അനറ്റോൾ ഫ്രാൻസ് എന്ന മറ്റൊരു ഫ്രഞ്ച് കവി പറയുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ ഒരു മൃഗത്തെ സ്നേഹിക്കുന്നതുവരെ അവൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം ഉണരുന്നില്ല. ഇത്രയുമാണ് നമുക്ക് ബുക്കിൽ ഇൻട്രൊഡക്ഷനായി തന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ പോയമിൻ്റെ സമ്മറി നോക്കാം. ഫസ്റ്റിലുള്ള 6 ലൈൻസിൻ്റെ മീനിങ് ആണ് ആദ്യം പറയുന്നത്. I ask sometimes why these small animals with bitter eyes, why we should care for them. I question the sky, the sudden blue water, but it cannot say, it give no answer. And no answer releases in my head, a procession of grey shades patched and whimpering. ഈ 6 ലൈൻസിൽ പറയുന്നത് ദേഷ്യമുള്ള കണ്ണുകളുള്ള ചെറിയ മൃഗങ്ങളെ നമ്മൾ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ആകാശത്തോടും സമുദ്രത്തോടും ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു. പക്ഷേ എനിക്ക് ഉത്തരമൊന്നും കിട്ടുന്നില്ല. എൻ്റെ തലയിൽ നിന്നും ഒരു ഉത്തരവും വരുന്നില്ല. പലവിധ ചിന്തകൾ കൊണ്ടും എൻ്റെ തല ചിന്താക്കുഴപ്പത്തിലാകുന്നു. ഇതാണ് ഈ കവിതയിലെ ആദ്യത്തെ 6 വരികളിൽ പറയുന്നത്. ദേഷ്യമുള്ള ചെറിയ കണ്ണുകളുള്ള മൃഗങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുകയും അതോടൊപ്പം ആകാശത്തോടും സമുദ്രത്തോടും ചോദിക്കുകയുമാണ് കവി. എന്നാൽ ഒരു ഉത്തരവും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 6 ലൈൻസ് നോക്കാം. ഡോഗ്സ് വിത്ത് ക്ലിപ്ഡ് ഇയേഴ്സ്, വീസിംഗ് കാർഡ് ഹോഴ്സസ്, എ ഫ്ലൈ വിത്തൗട്ട് ഷാഡോ ആൻഡ് വിത്തൗട്ട് തോട്ട്. Is it with these means to our vision, with this procession led by a man carrying wood? We must be concerned. The Holy Land, the rearing green Ireland should be kinder than these. അടുത്ത 6 വരികളിൽ പറയുന്നത് ചെവി മുറിഞ്ഞ പട്ടികളെയും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന വണ്ടി കുതിരകളെയും ഞാൻ കാണുന്നു. പലതരം കീടങ്ങളെയും ഞാൻ കാണുന്നുണ്ട്. ജീവിതഭാരം തോളിൽ പേറി നടക്കുന്ന മനുഷ്യൻ ഇത്തരം വിഷമിപ്പിക്കുന്ന കാഴ്ചകളെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ടോ? ദ മാൻ ക്യാരിയിങ് വുഡ് അഥവാ മരം ചുമക്കുന്ന മനുഷ്യൻ എന്ന പ്രയോഗം ജീസസിനെ ഉദ്ദേശിച്ചുള്ളതാണ്. അദ്ദേഹം മരക്കുരിശ് ചുമന്നതാണല്ലോ. ഘോഷയാത്ര ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് അദ്ദേഹത്തെ തല്ലിയും ചീത്ത പറഞ്ഞും കാൽവരിയിലേക്ക് പോകാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചവരെയാണ്. കാൽവരിയിലാണല്ലോ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടത്. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അദ്ദേഹം പോയ സ്വർഗം ഈ ലോകത്തേക്കാൾ എത്രയോ കനിവുള്ള ഒരു സ്ഥലമായിരിക്കും. സ്വർഗം മൃഗങ്ങളെ സ്നേഹിക്കുന്നുണ്ട്.
അടുത്ത ഈ 6 വരികളിൽ പറയുന്നത് ചെവി മുറിഞ്ഞ പട്ടികളെയും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന വണ്ടിക്കുതിരകളെയും കവി കാണുകയാണ്. അതുപോലെ കീടങ്ങളെയും കവി കാണുന്നുണ്ട്. ജീവിതഭാരം തോളിൽ പേറി നടക്കുന്ന മനുഷ്യൻ ഇത്ര വിഷമിപ്പിക്കുന്ന കാഴ്ചകളെ പറ്റി ചിന്തിക്കേണ്ടതുണ്ടോ എന്നാണ് കവി ചിന്തിക്കുന്നത്. അതായത് ഒരുപാട് ജീവിതഭാരവും ബുദ്ധിമുട്ടും പേറിയാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ മൃഗങ്ങളുടെ കാര്യം കൂടി നോക്കേണ്ടതുണ്ടോ എന്നാണ് കവി ചിന്തിക്കുന്നത്. അടുത്തത് പറയുന്നത് മരം ചുമക്കുന്ന മനുഷ്യൻ, ദ മാൻ ക്യാരിയിങ് വുഡ് എന്നുദ്ദേശിക്കുന്നത് ജീസസിനെയാണ്. ജീസസ് ഒരുപാട് ഉപദ്രവങ്ങളും വേദനകളും നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ലോകത്തിലെ മനുഷ്യന് എത്രത്തോളമാണ് മൃഗങ്ങളോട് സ്നേഹം ഉണ്ടാവുക എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇതിനെല്ലാം ഒടുവിൽ ജീസസ് പോയ സ്വർഗം, ദ ഹോളി ലാൻഡ് എന്നാണ് ഇവിടെ സ്വർഗത്തിനെ വിശേഷിപ്പിക്കുന്നത്. അവിടെ ഈ ലോകത്തതിനേക്കാൾ ഒരുപാട് കനിവുള്ള ഒരു സ്ഥലമായിരിക്കും എന്നാണ് പറയുന്നത്. സ്വർഗം മൃഗങ്ങളെ ഒരുപാട് സ്നേഹിക്കും എന്നുമാണ് കവി പറയുന്നത്. Yet the animals, our ghosts, need tending to. Take in the whipped cat and the blended owl. Take up the man-trapped squirrel upon your shoulder. Attend to the unnecessary beasts. From growing mercy and a moderate love, great love for the human-animal occurs. And your love grows. Your great love grows and grows. കവിതയുടെ അവസാനത്തെ വരികളിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. മൃഗങ്ങൾ നമ്മുടെ നിഴലാണ്, നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ്. നമുക്ക് മുറിവേൽക്കുമ്പോഴും വേദനിക്കുമ്പോഴും നമുക്ക് സ്നേഹവും പരിചരണവും ആവശ്യമാണ്. അടി കിട്ടിയ ഒരു പൂച്ചയെയോ കണ്ണു കുത്തിപ്പൊട്ടിച്ച ഒരു മൂങ്ങയെയോ ഒരു മനുഷ്യൻ വെച്ച കെണിയിൽ പെട്ടുപോയ അണ്ണാനെയോ കാണുമ്പോൾ നമ്മൾ അവയെ എടുത്തുകൊണ്ടുപോയി വേണ്ട പരിചരണം കൊടുക്കേണ്ടതുണ്ട്. മൃഗങ്ങളോട് ദയ കാണിക്കുമ്പോൾ മനുഷ്യരോടുള്ള നമ്മുടെ സ്നേഹവും സഹാനുഭൂതിയും വർദ്ധിക്കും, ഒരുപാട് വർദ്ധിക്കും. കവിതയുടെ അവസാന വരികളിൽ പറയുന്നത് മനുഷ്യൻ്റെ ക്രൂരതകളിൽ പെട്ടുപോകുന്ന മൃഗങ്ങളെ നല്ല മനസ്സുള്ള നമ്മളാണ് സംരക്ഷിക്കേണ്ടതും ചികിത്സിക്കേണ്ടതുമെന്നാണ്. അതുകൊണ്ട് മനുഷ്യരുടെ മനസ്സുകളിലെ സ്നേഹവും സഹാനുഭൂതിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് കവി പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ കവിതയിൽ വിശദീകരിക്കുന്നത്. കെയറിങ് ഫോർ ആനിമൽസ് എന്ന ജോൺ സിൽക്കിൻ്റെ ഈ കവിതയിൽ പറയുന്നത് മനുഷ്യന് മൃഗങ്ങളോടുള്ള കടമകളെ പറ്റിയും അവരോട് കാണിക്കേണ്ട സ്നേഹത്തെ പറ്റിയുമാണ് ജോൺ സിൽക്കിൻ ഈ കവിതയിൽ പറയുന്നത്. എല്ലാവർക്കും എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.